സോണൽ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ടും മറ്റും കഴിഞ്ഞ നാളുകളിൽ സേവനമനുഷ്ഠിച്ച ശ്രേഷ്ഠദാസനാണ്. കർത്താവിന്റെ ദാസന്റെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് പാസ്റ്റർ കെ.സി. വർഗീസ് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. കൊല്ലം ജില്ലയിലുള്ള ഞങ്ങളുടെ സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭകളുടെ ഡിസ്ട്രിക്ട് ലീഡറായിട്ട് അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട സേവനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പ്രിയ കുഞ്ഞുങ്ങളെ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ ഒന്നിപ്പിക്കുന്ന പ്രഥമമായ പ്രധാനപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. ബഹുമാനമുള്ള പാസ്റ്ററെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഡോക്ടർ ജോസഫ് കറിയ, നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കും. ജയ്ഹിന്ദ് ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിസ്മയ സന്ദേശം പ്രോഗ്രാമിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സുപരിചിതനാണ്. എന്ന് നവദമ്പതികൾക്ക് ആവശ്യമായ തിരുവചന ദൂത് നൽകുന്നത് കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. പ്രിയമുള്ള സാറിനെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പിന്നീട് പാസ്റ്റർ അനിൽ വാക്കി വരന്റെ സഭയിലെ ശുശ്രൂഷകനാണ്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. അദ്ദേഹത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യും. പിന്നീട് പാസ്റ്റർ കെ.പി. ബേബി, അദ്ദേഹം നോർത്ത് കേരള സെക്ഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനാണ്. ബഹുമാനമുള്ള പാസ്റ്ററുടെ സാന്നിധ്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭയുടെ യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ പി.എ. വർഗീസ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ ബഹുമാനമുള്ള പാസ്റ്റർ ലോറൻസ്, അതുപോലെ തന്നെ അനേക കർത്തൃദാസന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്കും പ്രത്യേകം സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഇന്ന് നമ്മെ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം നാം വെറുതെ കാഴ്ചക്കാരായിട്ട് വന്നു പോകാനല്ല, പിന്നെയോ ഇന്ന് വിവാഹമെന്ന മഹനീയമായ ശുശ്രൂഷയിലെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. അതുകൊണ്ട് നാം ഈ ഹാളിലായിരിക്കുമ്പോൾ ദൈവസന്നിധി ബോധത്തോടെ ആയിരിക്കണമേ എന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോഗ്രാം ഷീറ്റിലെ ഒന്നാമത്തെ പാട്ട് വാഴ്ത്തുക ദീമനുമേ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുതേണ്ടത്.
എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിലെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാവുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടുപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്ക് മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കും. അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടത് ആകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജനത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ല. അതിനിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മമര്യാദ ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടത് ആകും. ഈ വായിക്കേട്ട വചനങ്ങളെ ദൈവം തന്നെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തലകളെ വണക്കി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായി ഞങ്ങൾ തന്നെ വാഴ്ത്തുന്ന കർത്താവേ, ഈ നല്ല സമയത്തനായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം സന്തോഷിക്കുന്ന ഈ ദിവസത്തിലാണ് ഈ ദേശത്തിന്റെ നാനാഭാഗങ്ങളായിരുന്ന ദൈവമക്കളായിരുന്ന ഞങ്ങളെ ഇന്നിവിടെ കൂട്ടിയൊരുക്കുന്ന വൻകുറയ്ക്കായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ഞങ്ങളോട് സ്നേഹിച്ച് കാത്തു പരിപാലിച്ച എല്ലാ നന്മകൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയത്ത് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷ കർത്താവേ, ഞങ്ങളുടെ ദൈവം മുന്നിൽ നിയമിച്ച പ്രകാരം ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തുവാനുള്ള ഫലം ദൈവത്തോട് സഹായിച്ചിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ച ആദ്യമായി ഏത് തുടക്കത്തിൽ സ്ഥാപിച്ചത് കുടുംബജീവിതമാണല്ലോ. ഇന്നൊരു ക്രിസ്തീയ കുടുംബം പടുത്തുയർത്തുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുവദിച്ചിരിക്കുകയാണെന്ന് ദൈവത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം കൂടി നിർവഹിക്കാവുന്ന സ്തോത്രം ചെയ്യുന്നു. മനോരായ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്കായി പ്രത്യേകം അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവരിതുവരെയും പരിപാലിച്ച എല്ലാ നന്മകൾക്കും നന്ദിയോടെ സ്തോത്രം. അവരുടെ മാതാപിതാക്കളെ, ബന്ധുക്കരാദികളെ, ചർച്ചക്കാരായി കടന്നുവന്ന എല്ലാവർക്കും അവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരെ കൂട്ടിവെച്ച് കൃപിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവരുടെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിന്റെ വചനം സംസാരിക്കുന്ന പ്രിയ ഡോക്ടർ കറിയത്തിലെ പരമേൽപ്പിക്കുകയാണ്. പ്രിയമായ കർത്താവോടുകൂടി ഇരിക്കണം. ഇന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാവി ജീവിതത്തിന് അനുഗ്രഹപരമായി തീരുന്ന ഒരു നല്ല തോന്നു നൽകുവാൻ പ്രിയ മകനെ അവർ കാര്യങ്ങൾ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നതായ പാസ്റ്റർ കെ.സി. വർഗീസിനായോട് പ്രാർത്ഥിക്കുന്നു. പ്രിയമായ ശുശ്രൂഷ നയിക്കുവാൻ ദൈവമേ അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ അവിടുത്തെ അനുകൂലമാക്കി തരണം. എല്ലാ ശുശ്രൂഷകളെയും മാനിക്കണം. സകലം യേശുവിനെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം. നല്ല ദൈവമേ, ഇന്നൊരു അനുഗ്രഹത്തിന്റെ സുദിനമാണ്. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തപ്പെടുമ്പോൾ മലശ്ശേരി സഭയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മനുവിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. മനു സൗന്ദര്യ അഡ്വന്റിസ്റ്റ് മലശ്ശേരി സഭയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഭക്തനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃത്യമായി ദിശാംശം കൊടുക്കുകയും ദൈവസഭയെ സേവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ കാണുവാൻ നമ്മൾ കഴിയും. ഈ പ്രഭാത വേളയിൽ അദ്ദേഹത്തെ ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നതിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. അദ്ദേഹത്തിന്റെ പ്രാരംഭ വിദ്യാഭ്യാസ കാലഘട്ടം LKG തൊട്ട് 10ാം ക്ലാസ് വരെ സൗന്ദര്യ അഡ്വന്റിസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയിൽ നടത്തപ്പെടുകയും അതിനുശേഷം +2 വിദ്യാഭ്യാസം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോന്നിയിൽ നടത്തപ്പെടുകയും അതിനുശേഷം അദ്ദേഹം BSc നഴ്സിംഗ് പഠിക്കുന്നതിനായിട്ട് സത്യ കോളേജ് ഓഫ് നഴ്സിംഗ് ഗുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയും ഉപരിപഠനം നടത്തുകയും ഇപ്പോൾ തന്റെ പഠനത്തോടനുബന്ധമായിട്ട് അപ്പോളോ ഹോസ്പിറ്റൽ ഹൈദരാബാദില് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിവാഹ ഉദാശ
ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മഹനീയമായ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളും പ്രാർത്ഥനകളും പ്രിയ മനുവിന ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയ പൈതൃക എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് കടന്നുള്ള എല്ലാ ദൈവങ്ങൾക്കും നന്ദി കരയറ്റിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിൽ മാത്രമുണ്ടാകട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ നെടുങ്കണ്ടം സഭയുടെ ചാർജ് വഹിച്ചതിന് അന്ന് തൊട്ട് ഇന്ന് വരെയും സിസ്റ്റർ ലിയ സാറ ജോർജിനെ എനിക്ക് പരിചയമുണ്ട്. അതിന് മുമ്പേ എനിക്ക് പരിചയമുണ്ട്. എന്നാലും ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ സഭയുടെ കാര്യങ്ങളിലും നല്ല സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു സൗമ്യതയുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് സിസ്റ്റർ ലിയ സാറ ജോർജ്. എനിക്ക് പരിചയപ്പെടുത്തുവാൻ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ സിസ്റ്റർ ലിയ സാറ ജനിച്ചത് ഒറ്റപ്പാലത്താണെങ്കിലും മകളുടെ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാം തിരുവല്ല സ്കൂളിലും കോഴഞ്ചേരി സ്കൂളിലും അതുപോലെ തന്നെ കൊല്ലം സ്കൂളിലുമായിരുന്നു. അതിനുശേഷമാണ് നെടുങ്കണ്ടം ഹൈസ്കൂളിൽ വരുന്നത്. അവിടുത്തെ ഹൈസ്കൂളും അതിനുശേഷം +2 എല്ലാം കഴിഞ്ഞതിന് ശേഷം BSc നഴ്സിംഗ് മധുരയിലുള്ള CSI കോളേജിലായിരുന്നു. CSI നഴ്സിംഗ് കോളേജിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഉപരിപഠനത്തിന് വേണ്ടി MScക്ക് വേണ്ടി കോയമ്പത്തൂർ ബിഷപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ പോവുകയും അവിടുന്ന് പഠനം പൂർത്തിയാക്കുകയും ഇപ്പോൾ ഭവനത്തിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ മനു എൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഇവിടെ ആയിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം മകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, രണ്ട് കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളുമായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ, മിസ്റ്റർ മനു പി അലക്സാണ്ടർ ആൻഡ് മിസ് ലിയ സാറ ജോർജ്. ലിയയെ അവസാനമായിട്ട് മിസ് എന്ന് വിളിക്കാനുള്ള ഭാഗ്യം അല്പസമയത്തിന് ശേഷം മിസ്സസ് എന്ന് പാസ്റ്റർ വിളിച്ച് പറയുന്നതിന് മുമ്പ് മിസ് എന്ന് വിളിക്കാനുള്ള അവസാനത്തെ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. പാസ്റ്റർ ജോയ്മോൻ എല്ലാവരെയും പരിചയപ്പെടുത്തി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ മറന്നുപോയി. പാസ്റ്റർ ജോയ്മോൻ മത്തായി സെമിനറി അഡ്വന്റിസ്റ്റ് സഭയുടെ ഒരു നല്ല പ്രവർത്തകനാണ്.
കൂടാതെ എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ 6:30 ജയ്ഹിന്ദ് TV-യിലൂടെ വിസ്മയ സന്ദേശത്തിൻ്റെ പ്രസംഗ പരമ്പര നടത്തുന്നതും പാസ്റ്റർ ജോയ്മോനാണ്. ഇടയ്ക്ക് എൻ്റെ പ്രസംഗങ്ങളും വരും എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ആ പ്രസംഗം കേൾക്കണം. നല്ല പ്രസംഗിക്കനാണ്. ഒരുപാട് പരിചയമുള്ള മുഖങ്ങൾ ഇവിടെയുണ്ട്. എനിക്ക് ഡാനിയൽ മാത്യു സാറിനെ, അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ടാണ് എൻ്റെ നോട്ടം കുറേ നേരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നപ്പം ഒരു പ്രസംഗം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലെ തഹസിൽദാരാണ്, ഫിലിപ്പച്ചായൻ്റെ മരുമകൻ. അതിനും പകരമായിട്ട് മകൻ എന്നുള്ള സ്ഥാനം കൂടെ അദ്ദേഹത്തിനുണ്ട്. മിസ്റ്റർ KP ജോർജ്, ലാലിക്കുട്ടി, ഈ രണ്ട് കുടുംബങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബന്ധമുള്ള കുടുംബമാണ്. ഫിലിപ്പച്ചാന്റെ കുടുംബമായിട്ട് എൻ്റെ ഭാര്യയുടെ കുടുംബം ബന്ധമാണ്. അതേ രീതിയിൽ തന്നെ മിസ്റ്റർ KP ജോർജുമായിട്ടും എൻ്റെ ഭാര്യ കുടുംബത്തിന് ബന്ധമുണ്ട്. അതുകൊണ്ടുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ ഒരു ചടങ്ങിന് പ്രസംഗിക്കണമെന്ന് പറയുവാൻ ആ കുടുംബം തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ KP ജോർജിൻ്റെ ബ്രദർ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ KP പൗലോസ്. അടുത്ത ഒരു സഹോദരൻ പാസ്റ്റർ KP ബേബി സ്റ്റേജിലുണ്ട്. കുടുംബപരമായിട്ട് നിങ്ങൾ രണ്ട് കുടുംബത്തോടും വളരെയധികം ബന്ധപ്പെട്ട ഒരു വ്യക്തിയായി തീരുമാനം എനിക്ക് സാധിച്ചതിൽ ഞാൻ സന്തോഷമുണ്ട്. ഈ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞൊരു കുഞ്ഞിച്ചാൻ്റെ മകൻ മിസ്റ്റർ അഡ്വക്കേറ്റ് രാജൻ വർഗീസ്, ലാലു എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന പാസ്റ്റർ PA വർഗീസ്, ഞാൻ എപ്പോഴും PA മാത്യു എന്നാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ പേര്. എൻ്റെ ബ്രദർ KS തങ്കച്ചൻ, പാസ്റ്റർ KC സക്കറിയ, അങ്ങനെ പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. സ്ത്രീകളുടെ ഇടയിലും എനിക്ക് പരിചയക്കാർ ഒരുപാട് പേരുണ്ട്. എന്നെ ഈ പ്രസംഗത്തിനായിട്ട് ആദ്യമായിട്ട് ക്ഷണിച്ചത് പാസ്റ്റർ KC വർഗീസാണ്. അതിനുശേഷം ഫിലിപ്പച്ചാൻ്റെ മകൻ ജോൺസൺ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു, അച്ഛന് ഇത് നടത്തണം. ഞാൻ പറഞ്ഞു, വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ കുഴപ്പമൊന്നുമില്ല, ഇല്ല അച്ഛൻ തന്നെ നടത്തണം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, അച്ഛൻ പ്രസംഗം നല്ലോണം പ്രസംഗിക്കണം. ദൈവനാമത്തിൽ ദൈവം തരുന്ന പരിശുദ്ധമായ ദൈവത്തിൻ്റെ ഒരു ആത്മാവില് നമുക്ക് മാനുഷികമായ വാക്കുകളൊന്നും വരാതെ ദൈവികമായ വാക്കുകൾ പരിശുദ്ധാത്മാവ് നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണ്? ചോദ്യം. കേട്ടില്ല എങ്കിൽ ഞാൻ പറയാം. ഉൽപ്പത്തി 1:1 വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. In the beginning God created heaven and earth. ആദിയിൽ ദൈവം. വേദപുസ്തകം തുടങ്ങുന്നത് തന്നെ ദൈവം എന്ന് പറഞ്ഞാണ്. നമ്മുടെ ജീവിതവും നമ്മൾ തുടങ്ങേണ്ടത് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പുതിയൊരു ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് വേദപുസ്തകത്തിലെ ആദ്യ വാക്യം തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ആധാരവാക്യം. ആദിയിൽ ദൈവം. അതിനകത്ത് മൊത്തം വിവാഹത്തെ പറ്റിയുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയിൽ മുട്ടുകുത്തുവാനും ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനും ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എല്ലാത്തിന്റെ ആരംഭം ദൈവത്തിൽ നിന്ന്. ലോക സൃഷ്ടിയുടെ ആരംഭം, പ്രകാശത്തിന്റെ ആരംഭം, സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ ആരംഭം, പാഴായി കിടന്ന ഭൂമിയെ ഫലപുഷ്ടമാക്കി തീർക്കുന്നതിന്റെ ആരംഭം, ജീവന്റെ തുടിപ്പിന്റെ ആരംഭം, വിവാഹം എന്ന കൂതാശയുടെ ആരംഭം,
ഭൂമിയിൽ ആദ്യത്തെ ആരാധന തുടങ്ങിയതിന്റെ ആരംഭം. ഒരുപാട് ആരംഭം അല്ലെ? ഭൂമിയിൽ ആദ്യത്തെ ആരാധന തുടങ്ങിയതിന്റെ ആരംഭം. നിങ്ങളുടെ ജീവിതം ഒരു ആരാധനയോടുകൂടി തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 + 1 = 1. 1 + 1 = 1. നമ്മൾ പഠിക്കുന്നത് 1 + 1 = 2. ഒരു കുടുംബത്തിൽ 1 + 1 എന്നുള്ളത് 1 അല്ല 2 എന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ അവിടെ തുടങ്ങി കലാപം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ ഒരു കണക്ക് പഠിക്കുക. ദൈവം പറഞ്ഞു കൊടുത്ത ഒരു കണക്ക്, ഇവിടുത്തെ മാത്തമാറ്റീഷ്യൻസ് പഠിപ്പിച്ച പൈഥാഗോറസ് തുടങ്ങിയവരെ പറഞ്ഞ് പഠിപ്പിച്ച കണക്കല്ല. ദൈവം പറഞ്ഞ കണക്ക് 1 + 1 ഇന്നലെ വരെ 2 ആയിരുന്നു. ഇന്ന് ആ കണക്ക് 1. മോഡലിയ ഏതാണ് കണക്ക്? 1. നല്ല ഉത്തരം. അതുപോലെ മിസ്റ്റർ KP ജോർജിന്റെ ഭവനത്തിനോടുകൂടി ഒരു 1 ഇന്ന് അങ്ങോട്ട് വരിക. അതുപോലെ ലാലിക്കുട്ടിയുടെ കുടുംബത്തിനോട് ഒരു ഫിലിപ്പച്ചാന്റെ കുടുംബത്തിലേക്ക്, ജോൺസന്റെ കുടുംബത്തിലേക്ക് ഓരോന്നും കൂടെ ഇങ്ങോട്ട് വരിക. അതാണ് ഈ വലിയ കണക്ക് ദൈവം നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു. ആദാം ഭക്ഷിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചു. അത് കറക്റ്റാണ്. അതുകൊണ്ട് ഹവ്വായെ സൃഷ്ടിച്ച് വലതുകരം പിടിച്ച് പിതാവ് കൊണ്ട് വരന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെ ദൈവം ഹവ്വായുടെ വലതുകരം പിടിച്ച് ആദാമിന്റെ വലതുകരത്തിൽ കൊണ്ടുകൊടുത്തു. ശരീരവും രക്തത്തിന്റെ രക്തവും അസ്ഥിയുടെ അസ്ഥിയും ആത്മാവിന്റെ ആത്മാവുമാകുന്നു. ആദാം ഹവ്വയ്ക്ക് പേരിട്ടു. ആ പേരിന്റെ അർത്ഥം ജീവൻ. നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരെ വിളിക്കുന്ന അതേ പേര് തന്നെ. നീ എന്റെ ഒരു കാര്യശബ്ദത്തിലൊക്കെ വിളിക്കുന്നു, അയ്യോ നീ എന്റെ ജീവനല്ലേ, അല്ലെങ്കിൽ അതും പോരായെങ്കിൽ നീ എന്റെ ജീവന്റെ ജീവനല്ലേ, ജോർച്ചാൻ എന്റെ ജീവനല്ലേ, എന്റെ ജീവന്റെ ജീവനല്ലേ തിരിച്ചു വിളിക്കും. ആദാമിന്റെ വാക്കിന്റെ അർത്ഥം അറിയാം. ആണുങ്ങളൊക്കെ പിണങ്ങും. ഞാൻ അർത്ഥം പറഞ്ഞാൽ മണ്ണ്, കളിമണ്ണ് എന്നാകാം. വീട്ടിൽ ചെന്ന ജീവന്റെ ജീവനെ എന്ന് വിളിക്കുവാൻ തിരിച്ച് കളിമണ്ണ് എന്നുള്ള വിളി കിട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവരും. വേദപുസ്തകത്തിൽ ഒരുപാട് വിവാഹത്തിന്റെ കഥകളുണ്ട്. ഒരിക്കലൊരു വേദപുസ്തകത്തിന് പുറത്തുനിന്നുള്ള ഒരു കഥ. ഒരു വഴിപോക്കൻ ദാഹിച്ച് ക്ഷീണിച്ച് തലേന്ന് രാത്രിയിൽ ആഹാരവും കഴിക്കാതെ ഒരു വീടിന്റെ പടിക്കൽ വന്ന് ആ വീട്ടിൽ കയറി എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു, ഉമ്മറപ്പടിയിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ ആ വീട്ടിലൊരു പെൺകുട്ടി ഇറങ്ങി വന്ന് അവൾ പറഞ്ഞു, ഒരു ചായ തന്നാ കുടിക്കാം. അയാൾക്ക് സന്തോഷമായി. അടുക്കളയുടെ വാതിലിലോട്ട് അവിടെ കാലെടുത്ത് വെച്ചപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, 2 ഇഡ്ഡലിയോടായാലോ? സന്തോഷമായി, കഴിക്കാം. വെള്ളം ചോദിച്ചു വരുന്നവരെ വെള്ളം പോലും കൊടുക്കാതെ പറഞ്ഞയക്കുന്ന പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വെള്ളത്തിന് പകരം ചായയും ഭക്ഷിക്കുവാൻ ആഹാരവും കൊടുത്തു. ആ സമയത്താണ് ആ പെൺകുട്ടിക്ക് കല്യാണാലോചനയുമായിട്ട് ഒരു കൂട്ടരോട് വരുന്നത്. ഇത് ഈ വീട്ടിലെ കാരണവരാണെന്ന് വിചാരിച്ച് അവര് വരുന്നു. അയാളും അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പം ചായ ഒക്കെ കൊടുത്ത് അതിനുശേഷം സ്ത്രീധനത്തിന്റെ കാര്യം എടുത്തു. എന്തോ നിങ്ങൾ കൊടുക്കും, ഒന്നുകൂടെ ആലോചിക്കണം, മോനങ്ങോട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. അപ്പൊ ഈ വയോധികനായ മനുഷ്യൻ വെറും വെള്ളം ചോദിച്ചു വന്ന എനിക്ക് ഒരു ചായയും എനിക്ക് ക്ഷീണമുണ്ട്, വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കി അവൾ എന്റെ മനസ്സ് വായിച്ചതിന് ശേഷം എനിക്ക് പ്രഭാതത്തിലെ ഭക്ഷണവും തന്ന അവളുടെ ആ നല്ല സ്വഭാവവും മനസ്സുമല്ല ഏറ്റവും വലിയ സ്ത്രീധനം. ലിയ കേട്ടോ? ഇത് മോനും കേട്ടോ? ഇതാണ് പരസ്പരം നമ്മൾ കൈമാറുന്നത് എന്ന് മനസ്സാണ്. ആ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ത്രീധനവും പുരുഷധനവും. 10 ഒട്ടകത്തിന്റെ പുറത്ത് സാധന സാമഗ്രികളും സമ്മാനങ്ങളുമായി അബ്രഹാമിന്റെ ചാർച്ചക്കാരുടെ ഭവനത്തിലേക്ക് യാത്രയായി. 1-2 ദിവസത്തെ യാത്ര കാണും.
ചെന്നപ്പോൾ ഒരു കിണറ്, അവിടെ നിന്ന് അല്പം വെള്ളം കുടിക്കാമെന്ന് എലിയാസർ വിചാരിച്ചു. അപ്പൊ കുറെ പെൺകുട്ടികള് വെള്ളം കോരുവാനായിട്ട് വരും. നമ്മള് മുന്നേ കേട്ട അതേ കഥ പോലുള്ളൊരു കഥയാണ്. വെള്ളം കോരുവാൻ വന്നപ്പോൾ എലിയാസർ മനസ്സിൽ ചിന്തിച്ചു, എനിക്ക് വെള്ളം തരികയും ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ എനിക്ക് വെള്ളം കോരി തരികയും ഞാൻ നിന്റെ ഒട്ടകത്തിനും വെള്ളം കോരിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടെങ്കിൽ അവളായിരിക്കും എന്റെ യജമാനന്റെ മകന്റെ ഭാര്യ ആയി യഹോവ തിരഞ്ഞെടുത്തത്. പെൺകുട്ടികൾ വന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി കിണറ്റിലോട്ട് ഇറങ്ങി വെള്ളം കോരിക്കൊണ്ടുവന്ന്, എനിക്കൊരൽപ്പം കുടിക്കാൻ തരണമേ, യജമാനെ ഞാൻ അങ്ങേക്കും തരാം, അങ്ങനെ ഒട്ടകത്തിനും തരാമെന്ന് പ്രവചനം, ഒരു നിമിഷത്തെ പ്രാർത്ഥന പ്രവചനം പോലെ അവിടെ നിറവേറി. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലേക്ക് എലിയാസർ പോകുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഈ വിവാഹ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ഇതിനാണ് ഞങ്ങൾ വന്നത്, അതിനുശേഷമേ ഞങ്ങൾ ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം ഉൽപ്പത്തി പുസ്തകം 24:50 അപ്പോൾ ലാബാനും ബെഥുവേലും നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഇതാ റിബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ടു പോകാം. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയാകട്ടെ. ഇത് അവൾ ഞങ്ങൾക്ക് ഗുണമെങ്കിലും ദോഷമെങ്കിലും നിന്നോട് പറയുവാനൊക്കത്തില്ല. നിന്റെ പ്രാർത്ഥന പോലെ യഹോവ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. അതുകൊണ്ട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ഞങ്ങൾ പറയുന്നില്ല. ഇതാ ബാല, അവളെ കൂട്ടിക്കൊണ്ടുപോകുക, അവൾ നിന്റെ യജമാനന്റെ ഭാര്യയാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ എലിയാസർ യാത്ര പുറപ്പെടുവാൻ 4 മണി 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കാണും. വെളുപ്പിന് പോകുവാണെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ബാല ഒരു 10 ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് എളുപ്പം പോകണം, ധൃതിയുണ്ട്, യജമാൻ ഒരുപാട് ജോലിയൊക്കെ ചെയ്യാനുണ്ട്, തെയ്യം തീർക്കാനുണ്ട്, ഇവിടെ എനിക്ക് ഒത്തിരി നാൾ നിൽക്കാനൊന്നും ഒക്കത്തില്ല, അതുകൊണ്ട് അവളെ എൻ്റെ കൂടെ വിടണം. എന്നാൽ അവളോട് ചോദിക്കാം, റിബേക്കയോട് ചോദിക്കാം. റിബേക്കയെ വിളിപ്പിച്ചു. അവൾ വന്നു. ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞല്ലേ മോളെ പോകുന്നു? ഇല്ല, ഞാൻ ഉടനെ പോകുന്നു. വേദപുസ്തകത്തിൽ വാക്യമുണ്ട് 24:59 ഞാൻ ഉടനെ പോകുന്നു. കല്യാണം ഏതായാലും എനിക്കൊരു പുരുഷനെ കണ്ടുപിടിച്ചില്ല, ഇനിയും 10 ദിവസമൊന്നും താമസിക്കാനൊക്കത്തില്ല, ഉടനെ പോയി അവനെ കാണണം, വിവാഹത്തിൽ ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് അവൾ തീരുമാനിച്ചു. അവൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര തിരിച്ചു. അവളുടെ തോഴിമാരും ഒക്കെ ആയിട്ട് ദൂരെ നിന്ന് ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുവാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് വന്നപ്പോൾ, അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വന്നു എന്നുള്ളത് ഓർക്കുക, പ്രാർത്ഥിക്കുവാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുവാൻ വന്ന സ്ഥലത്ത് വന്നപ്പോൾ റിബേക്ക ഒട്ടകത്തിന്റെ പുറത്തു വരുന്നു. റിബേക്കായും ദൂരെ നിന്ന് തന്റെ വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷനെ കണ്ടു. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി. ഭാര്യ അല്പം താഴെ ഇറങ്ങി നിൽക്കണം. മനസ്സിലായല്ലോ? ഇവർക്ക് വേണ്ടി മാത്രമല്ല, വിവാഹം കഴിച്ചവർക്കും വിവാഹം ഇനി കഴിക്കുവാൻ പോകുന്നവർക്കുമുള്ള പ്രസംഗമായിരുന്നു. ഭാര്യ ഒരൽപ്പം താഴെ ഇറങ്ങി നിൽക്കുക. നാണം കൊണ്ടും ബഹുമാനം കൊണ്ടും അവൾ ഒരു നേരിയ തുണിയെടുത്ത് അവളുടെ മുഖം മറച്ചു. ഇതുപോലെ ഒരു വെയില് ഇട്ട് മുഖം മറച്ചു. അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവൾ ആ വീട്ടിൽ വന്ന് ആ വിവാഹത്തിന് ശേഷം അവന്റെ അമ്മ മരിച്ചതിനെ പറ്റി കരഞ്ഞൻ സങ്കടപ്പെട്ടു വരുന്ന ഇസ്ഹാക്ക് അവന്റെ സങ്കടം മൊത്തം മാറി. ഈ വിവാഹത്തോടുകൂടി എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മൊത്തം മാറും എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. തൊലി രണ്ടും കൂടെ ഒട്ടിച്ചേർന്ന് അത് ഒറ്റമരമായിട്ട് പോകും. അതിന്റെ നടുക്കൂടെ 2 സൈഡിൽ കൂടെയും ബസ്സിനൊക്കെ പോകാവുന്ന അത്രയും വഴി അവിടെ ഉണ്ട്. അപ്പൊ 2 ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ 2 പേരും ഒന്നിച്ച് ഇവിടെ വരിക എന്ന് പറയുന്ന ഒരു ആക്സിഡന്റ് ഇല്ല. ഇറ്റ് ഈസ് എ പ്രോവിഡൻസ്. നെടുങ്കണ്ടത്ത് നിന്ന് ലിയായും പത്തനംതിട്ടയിൽ നിന്ന് മനുവും കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്, ബട്ട് ഇറ്റ് ഈസ് എ പ്രോവിഡൻസ്. ദൈവം നമ്മളെ ഒക്കെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ പേരെഴുതിയിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും അറിയുന്നവരാണ് ദൈവം. ഒരു തലമുടി പൊഴിഞ്ഞു പോയാൽ പോലും അറിയും. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ഇന്ന് ഒന്നിക്കുന്നത് ഒരു അപകടമല്ല, ഇതൊരു ദൈവത്തിന്റെ വലിയ കരുതലിന്റെ ഭാഗമാണ്
എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ സ്വർഗത്തിൽ പോകുവാൻ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. 10 കൽപ്പനകൾ സ്വർഗത്തിൽ. ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചു, വിവാഹ ജീവിതം സന്തോഷമായി പോകുവാൻ. ആ റിസർച്ച് ചെയ്ത എഴുതിയ പുസ്തകം അതിനകത്ത് 20 കൽപ്പനയാണ്. സ്വർഗത്തിൽ പോകാൻ 10 മതി. വിവാഹ ജീവിതം സന്തുഷ്ടമായി തീരണമെങ്കിൽ 20 കൽപ്പന. 1-2 ഞാൻ വായിക്കും. ജീവിത പങ്കാളിയുടെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുക.